ജി എച്ച് എഫിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് DAP എന്ന് പറയുന്ന ഡാപ്പിൻ്റെ ഫെർട്ടിലൈസറിനെ കുറിച്ചാണ്. ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ധാരാളം ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ഫെർട്ടിലൈസറാണ് ഡാപ്പ് എന്ന് പറയുന്നത്. ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഡാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്ലവറിങ്ങിനും അതേപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ് ചെയ്യുന്നവർക്കും പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫെർട്ടിലൈസറായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫെർട്ടിലൈസർ ഫ്ലവറിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് NPKയുടെ ഫെർട്ടിലൈസർ, പല കോമ്പിനേഷനുള്ള ഫെർട്ടിലൈസറാണ്. അപ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നുള്ള കണക്കൂട്ടലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റമായിട്ട് നൈട്രജനും അതേപോലെ തന്നെ ഫോസ്ഫറസും മാത്രം കൂടുതലുള്ളൊരു വളം എന്ന് പറയുന്നതാണ് ഡാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരളവ് നൈട്രജനും അതേപോലെ തന്നെ വലിയൊരളവ് ഫോസ്ഫറസുമാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡാപ്പ് കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നതും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടും അല്ലെങ്കിൽ ഒരു ഫ്ലവറിങ്ങോ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്തും ഒക്കെ ചെടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൂടുതലായി ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഡാപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡാപ്പ് വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്ത്, ഒരു നഴ്സറി ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വളക്കടയിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിലുള്ള ഡാപ്പ് ലഭിക്കും. അതായത് കളേഴ്സിൽ ബ്ലാക്ക് എന്ന് പറയുന്നൊരു കളറും ലഭിക്കും, അതേപോലെ തന്നെ വൈറ്റ് എന്ന് പറയുന്നൊരു ഷെയ്ഡും. വൈറ്റ് എന്ന് പറയുന്നത് ഗ്രേയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഷെയ്ഡിനെ ആയിരിക്കും വൈറ്റ് എന്ന് പൊതുവെ പറയപ്പെടാറുള്ളത്. അപ്പോൾ ഈ രണ്ട് കളർ ഷെയ്ഡിലായിരിക്കും നമുക്ക് ഡാപ്പ് നമുക്ക് ലഭിക്കാറുള്ളത്. അപ്പം നമ്മൾ അവരോട് ഏത് ഡാപ്പാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഏതാണോ ഉള്ളത് അതാണ് ഏറ്റവും നല്ലതെന്ന് പറയും. ശരിക്കും ഈ കളർ വ്യത്യാസത്തിൽ ഡാപ്പ് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റ് കളറിലുള്ള ഡാപ്പാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ഔട്ട്പുട്ട് സെയിം ആണ്, പക്ഷേ ഇവ തമ്മിൽ ഡയലൂട്ട് ആകാൻ എടുക്കുന്ന സമയത്തിലുള്ള വ്യത്യാസം മാത്രമാണ് ഇവ രണ്ടും. ഈ കളർ വ്യത്യാസത്തിലുള്ളതുപോലെ തന്നെ ഇവ രണ്ടുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് വൈറ്റ് കളറിലുള്ള ഡാപ്പാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഡയലൂട്ട് ആകുകയും ചെടികൾക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. പക്ഷേ ബ്ലാക്ക് കളറിലുള്ളവ കുറച്ച് സമയം എടുത്തതിന് ശേഷം മാത്രം ഡയലൂട്ട് ആകുകയും കുറച്ച് സമയമെടുത്ത് ചെടികൾ സമയം കഴിഞ്ഞിട്ടാണ് ഇത് ചെടികൾ വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ട് വളരെ പെട്ടെന്ന് ലഭിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ ഡിഫറൻസിൽ നമ്മൾ ഇവയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു ഔട്ട്പുട്ട് ലഭിക്കണം എന്നുള്ള വരിയിൽ നിങ്ങൾക്ക് ബ്ലാക്കിന് പകരം വൈറ്റ് യൂസ് ചെയ്യാം. അല്ല, നമുക്ക് നോർമലി ഏത് ഉപയോഗിച്ചാലും മതി, നമുക്ക് നല്ല രീതിയിലുള്ള ഫ്ലവറിങ്ങും ഔട്ട്പുട്ടും കിട്ടിയാൽ മതി എന്ന രീതിയിൽ നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഡാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള രണ്ടാമത്തെ പ്രധാന സംശയമാണ് ഇത് മറ്റേ ക്രിസ്റ്റലായിട്ടുള്ള രൂപത്തിൽ ഗുളിക പോലെ ഇരിക്കുന്ന അവ ഇട്ട് കൊടുക്കുന്നതാണോ അതോ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നതാണോ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായും രണ്ട് രീതിയിലും ഇവ നൽകാവുന്നതാണ്. ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഡാപ്പ് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ക്രിസ്റ്റലാണ് വാങ്ങിക്കുന്നതെന്ന രീതിയിൽ ചെടികൾക്ക് നമുക്കാണെങ്കിൽ ഒരു ചെറിയ ചെടികൾക്ക് ഒരു 4 തരികളും അതേപോലെ തന്നെ വലിയ ചെടികൾക്ക് 6 മുതൽ 7, 8 വരെ ഉള്ള തരികളും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെങ്കിൽ നമ്മൾ ലിക്വിഡ് ഫോർമാറ്റിലാണ് നൽകുന്നതെന്ന രീതിയിൽ 1 ലിറ്ററിൽ ഒരു 4-5 തരികൾ ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എത്രത്തോളം ചെടികളുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇവയെ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇവയെ അളവും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. ഡാപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ, നല്ല വീര്യമുള്ളൊരു ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അളവ് കുറച്ച് എപ്പോഴും പറയുന്നത്. അപ്പം അളവ് കുറച്ച് ചെടികൾക്ക് കൂടുതൽ തവണ കൊടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ ഒരു ചെടിക്കാണെങ്കിൽ 20 ദിവസത്തെ കണക്കാണ് അവർ പറയുന്നത്. എന്നിരുന്നാലും നമ്മളൊരു 30 ദിവസം, മാസത്തിലൊരിക്കൽ എന്നുള്ള കണക്കിൽ നമുക്ക് ചെടികൾക്ക് നൽകുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് മാസത്തിലൊരിക്കൽ വീതം കൊടുക്കാം. അതേപോലെ തന്നെ മഴക്കാലമാകുന്ന സമയത്ത് നമുക്ക് ഇത്തരം വളങ്ങളും എല്ലാ വളങ്ങളും തന്നെ ചെടികൾക്കും ഒക്കെ ഒഴിവാക്കേണ്ടത് നല്ലതാണ്. അല്ലെങ്കിൽ ചെടികൾ ചിലപ്പം അഴുക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ക്രിസ്റ്റൽ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ചെടിയുടെ വേരിനോട് ചേർന്ന് അല്ലെങ്കിൽ തണ്ടിനോട് ചേർന്ന് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒരല്പം നീക്കി വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. ചെറുതായിട്ട് മണ്ണൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്കിട്ട് നന കൊടുക്കാവുന്നതാണ്. ആദ്യം നനച്ചതിന് ശേഷം മണ്ണ് പൊട്ടിച്ച് ഫെർട്ടിലൈസർ കൊടുത്തതിന് ശേഷം വീണ്ടും മണ്ണ് മൂടി ഒന്നുകൂടി നന കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് മണ്ണ് പൊട്ടിച്ച് വളമിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെള്ളം തളിച്ചു കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, വളം കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ ചുവട് ഒരിക്കലും ഡ്രൈ ആകാൻ പാടില്ല. നല്ല രീതിയിൽ വെറ്റായിട്ട് നിൽക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രമേ ചെടി നല്ല രീതിയിൽ വളം ഡയലൂട്ട് ആവുകയുള്ളൂ, ചെടിക്ക് നല്ല രീതിയിൽ ഇവ വലിച്ച് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു ലിക്വിഡാണോ അതിലെ
ഡ്രൈ രൂപത്തിലുള്ളവയാണോ കൊടുക്കുന്നതെന്ന്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പം അനുസരിച്ച് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ പൊതുവേ കൊടുക്കുന്നത് ലിക്വിഡ് ഫോർമാറ്റിലാണ്. അതായത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇപ്പോൾ കലക്കിയും വെച്ച് ചെടികൾ ഡിപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുകയോ ചെയ്യും. ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൂമ്പിൽ ഒരു കാരണവശാലും വീഴാതെ അധികമായിട്ട് ഇവയുടെ ഇലകളുടെ തണ്ടിനോട് ചേർന്നുള്ള കൂമ്പ് ഭാഗങ്ങളിൽ വീഴാതെയും ശ്രദ്ധിക്കാൻ മാത്രം ഉള്ളൂ. അപ്പോൾ വീര്യം കൂടിയ അളവിലാണ് നമ്മളിത് കൊടുക്കുന്നതെന്ന് വരിയിൽ ചെടികളെല്ലാം തന്നെ അഴുകാനുള്ള സാധ്യത കാണിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു കുറച്ച് ചെടികൾക്ക് ഡാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഡാപ്പാണെന്നും അതേപോലെ തന്നെ അത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ ബാക്കി കണ്ടാലോ. ഇപ്പോൾ നമ്മളൊരു ഓർക്കിഡാണ് ഇന്ന് ആദ്യം ഡിപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഇത് തൊണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓർക്കിഡാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു കരി പീസാണ്, ചാർക്കോളിൻ്റെ പീസ് വെച്ചിട്ട് അതിന് തൊണ്ട് കവർ ചെയ്തേക്കുന്ന ഒരു ടൈപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്നൊരു പ്ലാന്റാണ്. ഇത് എപ്പോഴും നമ്മൾ കോമൺ ആയിട്ടുള്ള സോണിയ വെറൈറ്റിയുടെ അല്ലെങ്കിൽ ഡെൻഡ്രോബിയം വെറൈറ്റിയിലെ ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇത് നമ്മളാണ് ഡിപ്പ് ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടല്ലേ, ഇതിപ്പോൾ ഒരു 6 മുതൽ 7 ലിറ്ററോളം വെള്ളം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തരികൾ എടുത്തിട്ട് അത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത്, ഇത് കണ്ടില്ലേ വൈറ്റ് ആയിരുന്ന വെള്ളം നമ്മൾ ബ്ലാക്കാണ് ഡാപ്പ് യൂസ് ചെയ്തത്. അപ്പോൾ അതിട്ട് ഡയലൂട്ട് ചെയ്തപ്പോഴത്തേക്ക് കളറെല്ലാം മാറി ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെടി ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 രീതി ചെയ്യാം. ഇതേ രീതിയിൽ ഡിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡിപ്പ് ചെയ്യാം, ഇല്ല എന്ന രീതിയിൽ നമുക്കാണെങ്കിൽ ലീഫിലേക്ക് സ്പ്രേ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കാണെന്ന രീതിയിൽ കോരി ഒഴിച്ചിട്ട് വേണമെങ്കിലും നമുക്കിവ കൊടുക്കാൻ സാധ്യമാകുന്നതാണ്. ഇതല്ലേ, ഇതേപോലെ നമ്മളൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അധികം താഴത്തിൽ മുക്കി നമ്മൾ ചെടി മൊത്തമായിട്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്നിൽ വേരുകളിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ലീഫിലായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. കൂമ്പുകളിലും ഏറ്റവും ടോപ്പിലുള്ള ഇലകളിലും വീഴാതെ ശ്രദ്ധിച്ചാൽ മതി. കാരണം കടുപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അവ അവിടെ നിന്ന് വെച്ച് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വളം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പം അല്പം വീര്യം കൂടിയ വളമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാവിലത്തെ വെയിലിന് മുമ്പായിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. വളം കൊടുക്കുകയാണെങ്കിൽ രാവിലത്തെ വെയിലിന് മുമ്പായിട്ട് ഇത് കൊടുത്ത് തീർക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചെടി അഴുക്കാനുള്ള സാധ്യത കൂടുതൽ കാണിക്കും. ഇത് നമ്മുടെ ഒരു വാൻഡോ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതുണ്ട്, ഇതിനും ഫ്ലവർ ബഡ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വേരാണ് മുക്കാൻ പോകുന്നത്. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ പോയപ്പോഴത്തേക്ക് തന്നെ അടുത്ത ഫ്ലവർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ഡാപ്പ് പ്രധാനമായും യൂസ് ചെയ്യുന്നത് നമ്മുടെ ചെടികളുടെ വളർച്ചാ കാലഘട്ടത്തും അതേപോലെ തന്നെ ഫ്ലവറിങ് സ്റ്റേജിന് മുമ്പുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഓർക്കിഡ്, അഡീനിയം പോലെയുള്ളവയ്ക്ക് ലീഫിന് വേണ്ടിയൊക്കെയും ഫ്ലവറിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് മാസത്തിൽ ഒരിക്കൽ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത, ഈ ഒരു വളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, ഇവിടെ മെയിൻ ആളാണ്. ആണല്ലേ. ഇപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാകും. വെയിലുള്ള സമയത്ത് ഒരു കാരണവശാലും കൊടുക്കരുത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും ഡാപ്പ് അടിപൊളിയായിട്ട് നമുക്ക് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധ്യമാകുന്നതാണ്. അളവൊരിക്കലും കൂടാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. ഇത് മറ്റൊരു ഓർക്കിഡ് ഇനമാണ്. നമ്മുടെ കയ്യിലുള്ള ഫെലനോപ്സിസിൻ്റെ പണ്ട് തൊട്ടേയുള്ളൊരു പേരൻറ് സ്റ്റോക്ക് പോലത്തെ ഒരു സാധനമാണ്. അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറും ഷെയ്ഡും കാര്യങ്ങളാണ്. അപ്പോൾ ഇതും നമ്മൾ ഇതേപോലെ കരിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ പഴയ ഓർക്കിഡ് വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഏത് രീതിയിലാണ് ഓർക്കിഡ് വളർത്തുന്നതെന്നൊക്കെ. ഇപ്പോൾ കുറച്ച് മടി കാരണം നമ്മൾ ഓർക്കിഡ് അധികം വെറൈറ്റികളും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പീക്ക് സമയത്ത് ഇഷ്ടം പോലെ ഓർക്കിഡ് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ വെറൈറ്റികളും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇതിനും ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഡിപ്പ് ചെയ്ത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അളവ് കൂടാൻ കൃത്യമായ ഇടവേളകളിൽ കൊടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.